ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചുക്കപ്പത്തിൻ്റേതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ ഇതപ്പോൾ നമുക്ക് കൂടുതൽ നാളെ എടുത്തു വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി കനം കുറച്ച് സ്ലൈസ് ചെയ്തതാണ്. ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയാൽ നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെറിയുള്ളി നെയ്യിൽ അല്ലാതെയും നമുക്ക് പൊടി വാട്ടിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് കൂടുന്ന മാത്രം. പിന്നെ ഞാൻ ഇതിലോട്ട് തേങ്ങാപ്പാലും വെള്ളം കൂടെയാണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ വെറും വെള്ളത്തിലും വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് തേങ്ങാപ്പാലും 2 ഗ്ലാസ് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് ഗ്ലാസ്സിലാണോ പൊടി എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 4 ഗ്ലാസ് പൊടിയാണ് കേട്ടോ, ഞാൻ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, വറുത്ത പത്തിരിപ്പൊടി. അപ്പോൾ അതിന് 4 ഗ്ലാസ് വെള്ളം കൂടെയാണ് ഒഴിച്ചു കൊടുത്തുള്ളത്, തേങ്ങാപ്പാലും വെള്ളം കൂടെ. ഇനി വെറും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് അങ്ങനെയും വാട്ടിയെടുക്കാം കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമാക്കി ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഫ്ലെയിം ലോ ആക്കി അടച്ചു വെക്കണം. ഈ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് വാട്ടിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ചൂടിൽ തന്നെ ഇത് കുഴച്ചെടുക്കണം. തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറാനായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂണ് കരിഞ്ജീരകവും 1 ടീസ്പൂണ് എള്ളുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കുറച്ചൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രം കൊണ്ടോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ബൗൾ കൊണ്ടോ ഇങ്ങനെ അമർത്തി കൊടുത്താൽ എളുപ്പത്തിൽ അതിൻ്റെ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇതിലേക്ക് ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു മുട്ട നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു 5 നാഴി പൊടിയൊക്കെ 5 ഗ്ലാസ് പൊടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ മുട്ട ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ കൂടുതൽ മുട്ടയും അതുപോലെ കൂടുതൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ഇത് ഉണ്ടാക്കിയെടുത്താൽ ഇത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഈ നല്ലവണ്ണം കുഴച്ച് മയപ്പെടുത്തണം. ഇനി വെള്ളമൊന്നും ചേർക്കണ്ട, മുട്ട മിക്സ് ചെയ്തതുണ്ടല്ലോ അത് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് തന്നെ കുഴച്ച് മയപ്പെടുത്താം. അപ്പോൾ ഞാൻ 2 പാർട്ടാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്താണ് കുഴച്ച് മയപ്പെടുത്തുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ തോന്നും നല്ല പ്രയാസം, പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. ഇനി എല്ലാം കൂടെ മിക്സാക്കി ഇതുപോലെ ഒന്നും കൂടെ കുഴച്ചെടുക്കാം.
അപ്പോൾ നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറേശ്ശെ എടുത്തിട്ട് നീളത്തിൽ ഉരുട്ടാൻ പാകത്തിന് ഇതുപോലെ റോളാക്കി എടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഒന്ന് പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ ഉരുട്ടി അങ്ങനെ വെക്കരുതേ, ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതാക്കിയിട്ട് അത്യാവശ്യം നല്ല ചെറുതാണെങ്കിൽ കുറച്ച് മാവെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് വലുപ്പത്തിലാണെങ്കിൽ ഇതുപോലെ കുറച്ച് മാവെടുത്ത് അതുപോലെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. കുറച്ച് തിന്നായിട്ട് വേണ്ട ഇതുപോലെ ഉരുട്ടി എടുക്കാനായിട്ട്. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗം കുക്കായി കിട്ടില്ല. അപ്പോൾ പകുതി ഭാഗം ഇതുപോലെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഒരല്പം കൂടെ ഉരുട്ടിയെടുക്കാനുണ്ട്. അത് എപ്പോഴും ചെയ്യുന്നവർക്ക് നല്ല സ്പീഡിൽ തന്നെ ചെയ്തെടുക്കാം. ഇതെല്ലാം ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് കുറേശ്ശായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2-3 ചട്ടകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരുപാട് ഡ്രൈ ആക്കരുത് കേട്ടോ, അപ്പോൾ ഹാർഡായി പോവും. ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമുക്ക് എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി എല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പോൾ എത്ര വേണമെങ്കിലും ഇത് എടുത്തു വെക്കാം കേട്ടോ. ഇനി ഈ ചുക്കപ്പത്തിൽ നിന്നും പകുതി എടുത്ത് മാറ്റിയിട്ട് ഇതിലോട്ട് ബീഫ് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു 1/2 കിലോ ബീഫ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് വേവിച്ചെടുത്ത് നല്ലവണ്ണം ഡ്രൈ ഫ്രൈ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഡ്രൈ ഫ്രൈ ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എണ്ണ നല്ലവണ്ണം വാർത്തിയെടുക്കണം. എന്നിട്ട് ചുക്കപ്പത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ബീഫ് ചേർത്ത് ചുക്കപ്പം നമുക്ക് എടുത്തു വെക്കാം കേട്ടോ. എത്ര നാൾ വരെയെങ്കിലും കേടുവരാതെ ഇരിക്കും. അപ്പോൾ ഞാനൊരു പകുതി ചുക്കപ്പം എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ബീഫ് ഡ്രൈ ഫ്രൈ ആക്കിയത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. കുട്ടികൾക്ക് ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്